ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായിട്ട് വോയിസ് ഓവറൊന്നും കൊടുക്കാറില്ലായിരുന്നു. കാരണം ജലദോഷവും പനിയും പല്ലുവേദനയും അങ്ങനെ പല പല പ്രശ്നങ്ങളായിരുന്നു കേട്ടോ. അപ്പം വീഡിയോസ് ഇടാനും കുറേ നേരം വൈകി. ഇങ്ങനത്തെ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള വീഡിയോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ബ്രൈഡൽ ബൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് കാണാൻ. ഇതൊരു ഏർലി മോർണിംഗ് അല്ല, ഒരു 8-8:30 സമയത്തെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ബ്രൈഡൽ ബൊക്കെ പോയിട്ട് നിൽക്കുമ്പോൾ നല്ല രസമുണ്ട്. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നത് വീഡിയോ എടുത്തിടണമെന്ന്. അപ്പം ഇന്ന് മുഴുവനായിട്ട് വിരിയുമ്പോൾ അത് ഞാനൊന്ന് പോയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ പൂക്കളിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന നമുക്ക് കണ്ണിന് കുളിർമയാണല്ലോ അല്ലേ. ഈ ഒരു ചെടിയും നിറച്ച് പൂക്കളാണ്. ഇപ്പം ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കുറേ പൂക്കളാണ്. ഇത് നമുക്ക് കാണുമ്പം തന്നെ ഒരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ. ഇപ്പം പ്രത്യേകിച്ചും കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നും പേപ്പർ എടുത്ത് നോക്കിയാലും എങ്ങനെ പോയാലും നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ചെടിയൊക്കെ കാണുന്ന സമയത്തൊരു സന്തോഷമാണ്. അപ്പം തൈകളോ കട്ടിങ്സോ ഒന്നും ഇതുവരെ ഞാൻ സെയിൽ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് തൈകളൊന്നും ആക്കിയിട്ടുമില്ല. അപ്പോൾ കണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഫ്ലവേഴ്സാണ് കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ. എനിക്ക് ഈ 2025 മുതൽ തന്നെ ഓരോരോ പ്രശ്നങ്ങളായിരുന്നു. ഹസ്ബൻഡിൻ്റെ കല്ലിൻ്റെ വേദന, കുട്ടിക്ക് സുഖമില്ലായ്ക, എനിക്കും വയ്യായ്ക, അങ്ങനെ പല പല പ്രശ്നങ്ങൾ. ഏതായാലും ഇപ്പം ഏറെക്കുറെയൊക്കെ ഓക്കെ വരുന്നുണ്ട്. അപ്പം അന്നേരം ഞാനൊരു വീഡിയോ എടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ കടലാസ് ചെടി ഏകദേശമൊക്കെ ഇങ്ങനെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗിവ് അവേയിൽ സെലക്ട് ചെയ്ത ആൾക്കാർക്കുള്ള പാൻറ് അയച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ അയക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോഴും അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല, എന്നാലും ബെറ്ററാണ്, ഒരുപാട് ബെറ്ററാണ്. അപ്പോൾ പ്ലാൻസേൽ ഉഷാറായിട്ട് തുടങ്ങണം, എല്ലാം വേണം സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ആക്റ്റീവായിട്ട് വരുമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. അപ്പം എല്ലാം നടക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ബ്രൈഡൽ ബൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ഇടണേ. ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതൊന്ന് ഇതിൻ്റെ സമയത്ത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് മാത്രം ആണ് ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മുടെ ഈ യെല്ലോ കളറ് ചെമ്പരത്തി, ഇതിപ്പം അടുപ്പിച്ച് ഒരുപാട് മുട്ടും കാര്യങ്ങളും പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അതിൽ തന്നെ ഒരു ഓറഞ്ച് കളറായിരുന്നു ഇത് കേട്ടോ. ഓറഞ്ചല്ലൊരു റോസ്. നല്ല രസമാണ് കേട്ടോ വിരിഞ്ഞ് നിൽക്കുകയാണ്. സാധാരണ നമ്മുടെ ഈ ചെമ്പരത്തി ഒരു ദിവസം കൊണ്ടൊക്കെ പൂവല്ലോ, പക്ഷേ ഇത് 2 ദിവസം ഈ പൂവ് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ നമ്മുടെ ഈ ഒരു നിത്യകല്യാണി, ചില ശവന്നാറി എന്നൊക്കെ പറയും ഇതിന്. പക്ഷേ ശവന്നാറി എന്ന് വിളിക്കാൻ എനിക്ക് തോന്നലില്ല കേട്ടോ ഇതിനെ. കാരണം കാണാൻ നല്ല രസമുള്ള പൂവല്ലേ. അപ്പോൾ നിത്യകല്യാണി എന്ന് തന്നെ വിളിക്കുന്നതാണ് ഏറ്റവും രസം. അപ്പോൾ നിങ്ങളുടെ ആരുടെയൊക്കെ കയ്യിലുണ്ട് ഈ ബ്രൈഡൽ ബൊക്കെ? ഇപ്പോൾ ബ്രൈഡൽ ബൊക്കെ ഫ്ലവറിങ്ങിൻ്റെ സമയം തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിനെങ്ങനെ കയറ്റി വിട്ടൊന്നുമല്ല, ജസ്റ്റ് അങ്ങോട്ട് കയറിപ്പോയിട്ട് അതന്നെ സ്വന്തമായിട്ട് സ്ഥലം കണ്ടുപിടിച്ച് അവിടെ പൂവിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഫുള്ളായിട്ട് ആ മതിൽമ കൂടെ ഫുള്ള് പോവുകയാണെങ്കിൽ അത്ര നല്ലതായിരുന്നു. പൂവിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ ഇത് നമ്മളൊരു ഭാഗത്തേക്ക് വെച്ച് കൊടുത്താൽ അത് അങ്ങോട്ടേക്ക് പോകുന്നില്ല. അത് അതിന് ഇഷ്ടമുള്ള ഭാഗത്തേക്കൊക്കെ പോവുക ചെയ്യണം. അപ്പോൾ പിന്നെ ഞാനും തന്നെ അതിന് ഇഷ്ടത്തിന് വിട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. എന്തായാലും മാഷാ അല്ലാഹ് എനിക്കിങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഈ ശരിക്കും എനിക്ക് തോന്നുന്ന വീഡിയോയിൽ അത്ര ഭംഗി തോന്നണില്ല. എനിക്ക് ഡയറക്റ്റ് നേരിട്ട് കാണുന്ന അത്ര ഭംഗി വീഡിയോക്ക് കിട്ടുന്നില്ല. ഞാൻ കുറേ എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണോ അറിയില്ല, പക്ഷേ എനിക്ക് നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാളും ഭംഗി തോന്നുന്നുണ്ട്. അപ്പം ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു പൂക്കളും ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വിചാരിച്ചിട്ട് മാത്രം എടുത്തൊരു വീഡിയോ ആണ്. അപ്പം ആർക്കും ബോറടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്ന പോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളൊരു പിങ്ക് കളറ് ചെമ്പരത്തിയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഇത് മുമ്പെടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ആ ചെമ്പരത്തി കേട്ടോ. ഇത് വാങ്ങിയ ചെമ്പരത്തി, ഇത് ഞാൻ കൊമ്പ് നട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ആ ഒരു ചെമ്പരത്തി. ഇത് പിന്നെ നമ്മുടെ അഗ്ലോണിമ കുറേ പ്രാവശ്യം കാണിച്ചൊരു അഗ്ലോണിമ തന്നെയാണ് കേട്ടോ. കുറേ തൈകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കുറേ തൈകളാണ് സമയത്ത് ഞാനത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ, സെയിലിന് ഇടുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.